വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർദ്ധവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തെ 3 ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ പേപ്പറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സിലബസൊക്കെ മാറിയതുകൊണ്ട് പഴയ പേപ്പറുകളൊന്നുമില്ല, പുതിയ സിലബസ് ആണല്ലോ. അപ്പോൾ ആദ്യ പരീക്ഷയാണ് അർദ്ധവാർഷിക പരീക്ഷൻ്റെ സിലബസ് മാറിയിട്ടുള്ള ആദ്യത്തെ അർദ്ധവാർഷിക പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ 3ാം ക്ലാസ്സിൻ്റെ കിസ് ബുർഹാൻ എന്ന് പറയുന്ന ഒരു കിസ്, ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് കൊണ്ടുണ്ടാക്കിയ കിസ് ഉണ്ട്. അത് ഇതുവരെയായിട്ട് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ പോയി സെർച്ച് ചെയ്ത് അത് കണ്ടെത്തി ചെയ്യാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നിന്നും വലതുഭാഗത്ത് കാണുന്ന വരിയുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഒന്നാമത്തത് നിസ്കരിക്കേണ്ട സമയം. നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ്? ആദ്യ സമയം അല്ലേ? നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായത്. ഇനി 2, വുളൂഇൻ്റെ ഷർത്തുകൾ. വുളൂഇന് എത്ര ഷർത്തുകളുണ്ട്? 5 ഷർത്തുകളുണ്ട്. വുളൂഇന് 5 ഷർത്തുകളുണ്ട്. 3, സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ. എന്താണ് വിധി? സ്ത്രീകൾക്ക് ഇറുകിയ വസ്ത്രം ധരിക്കുന്നതിൻ്റെ വിധി കറാഹത്താണ്. 4, നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ. അപ്പോൾ വ്യത്യാസമുണ്ട്. നിസ്കരിക്കുന്ന ആൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നതിൻ്റെ വിധി അത് സുന്നത്താണ്. ഇവിടെ കാണാം, സുന്നത്താണ്. പിന്നെ 5, മക്കയിലുള്ള കഅബയാണ് എന്ത്? നമ്മുടെ ഖിബില. മക്കയിലുള്ള കഅബയാണ് ഖിബില. ഖിബില കൊണ്ടുള്ള ഉദ്ദേശം കഅബ കൊണ്ടുള്ള ഉദ്ദേശം ഖിബിലയാണ്. 6, പുരുഷന് പട്ട് ധരിക്കൽ. പട്ട് വസ്ത്രം ധരിക്കൽ പുരുഷന് എന്താ വിധി? അത് ഹറാമാണ്. ഹറാം എന്ന് കാണാം, ഹറാമാണ്. ഇനി ധരിക്കാനൊന്നുമില്ലെങ്കിലോ പട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. പട്ട് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം, ഒന്നും ധരിക്കാനില്ലെങ്കിൽ മാത്രം. ഇനി രണ്ടാമത്തെ ആദ്യ പ്രവർത്തനം ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്തുക. അപ്പോൾ ശരിയാണെങ്കിൽ ശരിയിട, തെറ്റാണെങ്കിൽ തെറ്റ് രേഖപ്പെടുത്തുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 1, അശുദ്ധികൾ ഉയർത്താൻ ത്വാഹിറായ വെള്ളം തന്നെ വേണം. നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ത്വാഹിറല്ല, തഹൂറായ വെള്ളമാണ് വേണ്ടത്. അശുദ്ധികൾ ഉയർത്താനും നജസിൽ നീക്കാനൊക്കെ നമുക്ക് തഹൂറായ വെള്ളമാണ്. താഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്നാൽ തഹൂറാണെങ്കിൽ സ്വയം ശുദ്ധിയാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുമുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി 2, തല മുഴുവൻ തടവൽ വുളൂഇൻ്റെ ഫർളാണ്. തല മുഴുവൻ തടവൽ അത് വുളൂഇൻ്റെ ഫർളാണ്. ശരിയാണോ തെറ്റാണോ? ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ശരിയിട്ട് വെക്കും. കാരണം വുളൂഇൻ്റെ ഫർള് എന്ന് പറയുന്നത് തല മുഴുവൻ തടവലല്ല, അല്പം തടവലാണ്. തല മുഴുവനായിട്ടും തടവുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകും. ഇപ്പോഴത്തെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് മുഫത്തിഷും എന്ന് ചോദിച്ചത് തല മുഴുവൻ തടവൽ എന്താണ് ചോദിച്ചു? ഫർളാണോ ചോദിച്ചു. സുന്നത്താണോ ഫർളാണോ ചോദിച്ചപ്പോൾ അത് കൺഫ്യൂഷനായി. കാരണം തല തടവുക എന്നത് അല്പം തടവൽ ഫർളും മുഴുവനായിട്ട് തടവൽ സുന്നത്തുമാണ്. അപ്പോൾ അതങ്ങനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് തെറ്റാണ്, ഫർളല്ല, സുന്നത്താണ് വരിക ശരിക്കും. 3, മനീയ് പുറപ്പെട്ടാൽ വുളൂഅ് മുറിയും. മനീയ് പുറപ്പെട്ടാൽ വുളൂഅ് മുറിയോ? മനീയ് അല്ലാത്തവ പുറപ്പെട്ടാലാണ് വുളൂഅ് മുറിയുക. അപ്പം തെറ്റാണ്.
4. വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇടതുകാലാണ് വെക്കേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇനി 5. നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. നിന്ന് നിസ്കരിക്കുന്ന ആൾ ഖിബിലക്ക് നേരിടിക്കേണ്ടത് മുഖമാണോ? അല്ല, തെറ്റാണ്. അവൻ്റെ നെഞ്ചാണ് എന്ത് ചെയ്യേണ്ടത്? മുന്നിടിക്കേണ്ടത്. നെഞ്ചുകൊണ്ടാണ് അവൻ ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. അത് നിൽക്കുന്നവൻ മാത്രമല്ല, ഇരിക്കുന്നവനും നെഞ്ചുകൊണ്ട് തന്നെയാണ് മുന്നിടേണ്ടത്. അപ്പോൾ ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നിസ്കരിക്കുന്നവർ നിന്നിട്ടും ഇരുന്നും നിസ്കരിക്കുന്നവർ എന്തുകൊണ്ട്? നെഞ്ചുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും നെഞ്ചും ഖിബിലയിലേക്കാകണം. അതുപോലെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും കാലിൻ്റെ അടിയും. അപ്പോൾ ഇതൊക്കെയാണ് ഖിബിലയിലേക്ക് മുന്നിടിക്കേണ്ടത് കേട്ടോ. ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളത് ആ പ്രവർത്തനമാണ്. ഇവിടെ ഓരോ ചോദ്യത്തിനും ഈ 2 ഉദാഹരണം എഴുതിയാൽ മാത്രം മതി. കുറേ കുട്ടികൾ എന്ത് ചെയ്യും, മുഴുവനായിട്ട് എഴുതി വെക്കും. വെച്ചൊന്നുണ്ടോ പ്രശ്നമൊന്നുമില്ല, പക്ഷേങ്കിലും 2 എഴുതിയാൽ മതി, എന്നാൽ തന്നെ മാർക്ക് ലഭിക്കും. 1. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിവിടെ എഴുതണം. 1. ഉറക്കം. 2. ഭ്രാന്ത്. 3. ബോധക്ഷയം. 4. മത്ത്. ഇവ കൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം. രണ്ടാമത്തത് വുളൂഇൻ്റെ ഫറളുകൾ. വുളൂഇന് എത്ര ഫറളുകളുണ്ടെന്ന് അറിയില്ലേ? അതിൽ 2 ഫറളുകൾ മാത്രം എടുത്ത് എഴുതുക. 1 നിങ്ങൾക്ക് നീയത്തന്നെ എടുത്ത് എഴുതുക. 2 മുഖം കഴുകൽ. ഓക്കെ, ഈ കാലുകൾ കഴുകണമെങ്കിൽ അത് എഴുതുക. കാലുകൾ 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. മുഴുവനായിട്ട് എഴുതണം കേട്ടോ. കാല് കഴുകുക എന്ന് എഴുതിയരുത്, കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇനി 3. വിസർജന മര്യാദകൾ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. പാദരക്ഷ ധരിക്കണം, തലമറക്കണം, അതുപോലെ വിസർജന അവസരം തീരരുത്, സംസാരിക്കരുത്, കാരണമില്ലാതെ നിന്ന് മൂത്രിക്കരുത്, വലതുകാൽ വെച്ചുകൊണ്ട് പുറത്തിറങ്ങണം, ഇടതുകാൽ വെച്ചുകൊണ്ട് പ്രവേശിക്കണം. പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലാണ്ട്. ആ 2 ദിക്റുകളുണ്ട്. 1 പ്രവേശിക്കുമ്പോഴും 1 പുറത്തിറങ്ങിയാലും ചൊല്ലേണ്ട ദിക്റുണ്ട്. ആ 2 ദിക്റുകളും പഠിച്ചു വെക്കണം കേട്ടോ. അത് ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ളിലോ ഖുർആൻ തദ്രീബ് അതിൽ വരാം, അല്ലെങ്കിൽ പരീക്ഷയിൽ തന്നെ വരാം കേട്ടോ. ഇനി അടുത്തത് നജസ്സുകൾ. 4 നജസ്സുകൾ. നജസ്സുകൾ എഴുതുക. രക്തം, അതുപോലെ തന്നെ മലം, മൂത്രം, ചലം, ഛർദ്ദിച്ചത്, അതുപോലെ ലഹരി ദ്രാവകം, അതുപോലെ നായ, പന്നി എന്നിവയുടെ ശവം. ഇനി ചിലപ്പോൾ പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ചത്താലും നജസ്സല്ലാത്ത ജീവികൾ. അത് മനുഷ്യൻ, മത്സ്യം, അതുപോലെ വെട്ടുകിളി. ഇത് 3 ഉള്ളൂ. ചത്താലും നജസ്സല്ല, ഇവ 3. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. 1. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സമയത്തിൻ്റെ ആദ്യം നിസ്കരിക്കലാണ്. നിസ്കാരം എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അങ്ങനെ എഴുതരുത്. അതിനേക്കാൾ നല്ല ഉത്തമമായത് എന്താണ്? സമയത്തിൻ്റെ ആദ്യം നിസ്കരിക്കലാണ്. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 2. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വുളൂ ചെയ്യണം അല്ലേ? വുളൂ ചെയ്യണം. 3. നിസ്കാരത്തിലെ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളാണ്. സ്ത്രീയുടെ ഔറത്ത് 2 തരത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗമാണ്. എന്നാൽ നിസ്കാരമല്ലാത്ത അവസരം അന്യപുരുഷന്മാരുടെ അടുത്തേക്കാണെങ്കിൽ അവിടെ ശരീരം മുഴുവനും അവർക്ക് ഔറത്താണ്. ഇനി അടുത്ത ചോദ്യം, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ ഖിബിലയിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെ? ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ മുഖവും നെഞ്ചും ഖിബിലയിലേക്ക് മുന്നിടണം. മുഖവും അതുപോലെ നെഞ്ചും കൊണ്ടാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാം. 1. തഹൂർ എന്നാൽ എന്ത്?
എന്തിനാണ് തഹൂറായ വെള്ളം എന്ന് പറയാം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. തഹൂറിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. കുളത്തിലെ വെള്ളം, കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇതൊക്കെ എന്താണ്? തഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണമാണ്. 2, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത്. എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. അതിൻ്റെ അർത്ഥമൊക്കെ പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അർത്ഥം കൂടെ പഠിക്കണം കേട്ടോ. ഇനി 3, സുബഹയുടെ സമയം. നമ്മൾ നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ സുബഹയുടെ സമയം ഏതാണ്? ഫജ്റു സാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബഹയുടെ സമയം. ഇനി അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാമെന്നുള്ളതാണ്. ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഓർഡറിൽ ഓരോ വരിയും താഴേക്ക് എടുത്ത് എഴുതുക. ഏതാണ് ഫസ്റ്റ് വരേണ്ടത് അത് താഴത്തേക്ക് എടുത്ത് എഴുതുക, സെക്കൻഡ് വരേണ്ടത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് താഴത്തേക്ക് എടുത്ത് എഴുതുക. ഏതാ വരിക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ അബ്ദുഹു വ റസൂലുഹു അതിനിടയിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം ഓരോ ഉദാഹരണം എഴുതാമെന്നുള്ളതാണ്. 1, ത്വാഹിറായ വെള്ളം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്ത വെള്ളം. അതിന് ജ്യൂസ് എഴുതുക, നാരങ്ങ വെള്ളം എഴുതുക, ഇളനീർ വെള്ളം എഴുതാം, അങ്ങനെ ഏതും നിങ്ങൾക്ക് എഴുതാം. ചായ എഴുതാം. 2, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. കട്ടിയുള്ള എണ്ണ, പശ, മെഴുക്, ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. എല്ലാവരും പഠിക്കുക. കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ മറ്റു ക്ലാസ്സുകളതും കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.